കലോത്സവ റിപ്പോർട്ടിംഗിലെ ദ്വയാർത്ഥ പ്രയോഗത്തിനാണ് റിപ്പോർട്ടർ ടിവിക്കെതിരെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തത്. അതിന് കാരണമായ വീഡിയോ സ്റ്റോറിക്കെതിരെ അത് അപ്ലോഡ് ചെയ്ത സമയത്ത് തന്നെ പൊതുസമൂഹത്തിൽ നിന്ന് ചാനൽ വ്യാപക വിമർശനം നേരിട്ടിരുന്നു. അതിനുശേഷം ബാലാവകാശ കമ്മീഷൻ സ്വമേധയാലും തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസ് വനിതാ ശിശുവികസന വകുപ്പ് ഡയറക്ടർ DGPക്ക് നേരിട്ട് നൽകിയ പരാതിയിന്മേലും കേസെടുത്തു. റിപ്പോർട്ടർ ചാനൽ കൺസൾട്ടിംഗ് ഡയറക്ടർ അരുൺകുമാറിനെ ഒന്നാം പ്രതിയാക്കിക്കൊണ്ട് ചാനലിനെതിരെ പോക്സോ കേസാണ് രജിസ്റ്റർ ചെയ്തത്. ഈ വീഡിയോയിൽ അഭിനയിച്ച റിപ്പോർട്ടറായ ഷഹബാസ് ആയിരുന്നു രണ്ടാം പ്രതി. തുടർന്ന് കേസിൽ പ്രതികളായ അരുൺകുമാറും ഷഹബാസും മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചു. ചാനലിനെതിരായ ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹർജി സമർപ്പിച്ചത്. തികച്ചും സ്വാഭാവികമായ നീക്കം. ഭരണഘടനയിൽ അധിഷ്ഠിതമായ രാജ്യത്ത് കേസ് വന്നാൽ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഹർജി പരിഗണിച്ച ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ ഇവർക്ക് മുൻകൂർ ജാമ്യവും അനുവദിച്ചു. ഇത്രയും സംഭവം മലയാളി പ്രേക്ഷകർ വാർത്തകളിലൂടെ മനസ്സിലാക്കിയ കാര്യമാണ്. ഇനിയാണ് ട്വിസ്റ്റ്. ആ സംഭവങ്ങളെല്ലാം വായിച്ചും കേട്ടും അറിഞ്ഞ പ്രേക്ഷകരോട് റിപ്പോർട്ടർ TV സംവദിച്ചു. അതുതാ ഇങ്ങനെയാണ്. ഡോക്ടർ അരുൺകുമാറിനെയും റിപ്പോർട്ടർ ടിവിയെയും വേട്ടയാടിയതിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. വനിതാ ശിശു വികസന വകുപ്പിന് ഇതിൽ എന്താണ് താല്പര്യം? മീഡിയ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണോ കേസെന്നും ഹൈക്കോടതി. പെൺകുട്ടിക്കോ മാതാപിതാക്കൾക്കോ ഇല്ലാത്ത പരാതി ആർക്കെന്ന് ഹൈക്കോടതി. അയാൾ മാധ്യമ പ്രവർത്തകനല്ലേ? അവരെ എന്തിനു കുഴപ്പത്തിലാക്കുന്നു? ഇതെന്ത് കേസ്? എന്തിനാണ് ഇങ്ങനെയുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നത്? അരുൺകുമാറിനെ സ്വന്തം ജാമ്യത്തിൽ വിടണമെന്നും ഹൈക്കോടതി. ഇത് മാധ്യമ വഴിയിലെ ഒറ്റയാൾ പോരാട്ടം. റിപ്പോർട്ടർ ഫൈറ്റ് ഫോർ ജസ്റ്റിസ്. ഈ പ്രൊമോ ആദ്യമായി കാണുന്ന ഒരാൾ മനസ്സിൽ കരുതുക, അരുൺകുമാറും റിപ്പോർട്ടർ ചാനലും ജീവൻ പണയം വെച്ചെടുത്ത ഒരു ജേർണലിസ്റ്റിക് വർക്കിനെ സർക്കാരും ശിശുക്ഷേമ വകുപ്പും വേട്ടയാടിയെന്നും അതിനെതിരെ ഹൈക്കോടതി രൂക്ഷ വിമർശനം നടത്തിയെന്നുമാണ്. ശരിക്കും എന്തായിരുന്നു ആ പ്രസ്തുത വർക്ക്? ചാനലിന്റെ റീച്ചിന് വേണ്ടി പ്രായപൂർത്തിയാകാത്ത സ്കൂൾ പെൺകുട്ടികളെയും ശൃംഗാരഭാവങ്ങളുമായി അവരെ സമീപിക്കുന്ന റിപ്പോർട്ടർമാരെയും ദൃശ്യവൽക്കരിച്ചു. അതിനുശേഷമാണ് അരുൺകുമാർ അടക്കമുള്ള മാധ്യമ പ്രവർത്തകരുടെ ദ്വയാർത്ഥങ്ങൾ നിറഞ്ഞ ഒരു സംഭാഷണം കൂടെ പുറത്തു വന്നത്. പ്രണയം പ്രമേയമാക്കിയ ആ വീഡിയോയും പിന്നീട് ആ കുട്ടിയെ കണ്ടോ എന്ന ചോദ്യവും കുറ്റകരമാണ്. ഇതിന് കേസെടുക്കാതിരിക്കാൻ റിപ്പോർട്ടർ ചാനൽ നിയമത്തിന് അതീതരല്ലല്ലോ. നമ്മുടേത് നിയമ സംവിധാനം നിലച്ചുപോയൊരു നാടൊന്നും അല്ലല്ലോ. എങ്കിലും റിപ്പോർട്ടർ ചാനലിലെ പരസ്യ വീഡിയോയിൽ പറയുന്നത് പ്രകാരം വനിതാ ശിശുവികസന വകുപ്പിനും ബാലാവകാശ കമ്മീഷനും ഈ കേസിൽ എന്താണ് താല്പര്യം എന്ന് ഞങ്ങൾ അവരോട് തന്നെ ചോദിച്ചിരുന്നു. ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ KV മനോജിന്റെ വാക്കുകൾ കേൾക്കാം. ഈ ഒരു വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ശരിയായ രീതിയിലുള്ള ഒരു മാധ്യമ പ്രവർത്തനമല്ല. ഒരു കുട്ടിയുടെ ഫോട്ടോ കാണിക്കുകയും ആ കുട്ടിയോട് മാധ്യമ പ്രവർത്തകന് പ്രണയം തോന്നുന്നതായി ചിത്രീകരിക്കുകയും ചെയ്യുകയും അത് കുട്ടിയുടെ അനുവാദമില്ലാതെ പ്രസിദ്ധീകരിക്കുകയും പബ്ലിക്കിനെയും കാണുന്ന തരത്തിൽ കൊണ്ടുവരികയും ചെയ്യുക. കുട്ടി മനസ്സിൽ പോലും ഉദ്ദേശിക്കാത്ത ഒരു കാര്യത്തെയാണ് ഈ രീതിയിൽ ശരിയല്ലാത്ത ഒരു വ്യംഗ്യാർത്ഥ പ്രയോഗത്തിലൂടെ അരുൺകുമാറും സംഘവും ചെയ്തിരിക്കുന്നത്. അതൊരു ശരിയായ മാധ്യമ പ്രവർത്തനമല്ല. മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു പൈങ്കിളി രീതിയിലുള്ള മാധ്യമ പ്രവർത്തനമായി കാണരുത്. മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ള ഒരു പ്രൊഫഷനാണ് എന്നാണ് കമ്മീഷന്റെ അഭിപ്രായം. മീഡിയ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണോ കേസ് എന്ന് കോടതി ചോദിച്ചതായി റിപ്പോർട്ടർ TV അവകാശപ്പെടുന്നു. എന്നാൽ കോടതിയുടെ രേഖകളിലോ ലൈവിലോയുടെ റിപ്പോർട്ടുകളിലോ അത്തരമൊരു ചോദ്യം കോടതി ചോദിച്ചതായി പറയുന്നില്ല. മറിച്ച് ഈ വീഡിയോയിലെ പെൺകുട്ടിക്ക് പരാതിയില്ല എന്നും അവർ ജേർണലിസ്റ്റുകളല്ലേ, പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്തതാകാമെന്നും പറയുന്നതായി കാണാം. പിന്നെ പെൺകുട്ടിക്കില്ലാത്ത പരാതി ആർക്കാണ് എന്ന് കോടതി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരം റിപ്പോർട്ടർ TVയിലെ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള മാധ്യമ പ്രവർത്തകർ അവരുടെ സ്വാഭാവിക യുക്തി വെച്ച് അറിഞ്ഞിരിക്കേണ്ടതല്ലേ. പോക്സോ കേസിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് പരാതിയില്ല എന്നത് ഒരു മാനദണ്ഡമാണോ? മാത്രമല്ല, പരാതിക്കാരില്ലെങ്കിലും സ്വമേധയാ കേസെടുക്കാവുന്ന വകുപ്പാണ് പോക്സോ എന്ന് ആരെങ്കിലും പറഞ്ഞു തരണോ? എന്തിനാണ് ഇങ്ങനെയുള്ള കേസ് രജിസ്റ്റർ ചെയ്യുന്നത് എന്ന് കോടതി ചോദിച്ചതായി റിപ്പോർട്ടർ TV അവകാശപ്പെടുന്നുണ്ട്. ഇനിയും ഇത്ര തരം താണ പ്രവർത്തികൾ മാധ്യമ പ്രവർത്തനം എന്ന പേരിൽ ഉണ്ടാകാതിരിക്കാനല്ലേ ഇത്തരം കേസ് രജിസ്റ്റർ ചെയ്യുന്നത് എന്ന ലളിത യുക്തി മനസ്സിലാകാത്തവരാണോ ഈ ചാനലിന്റെ എഡിറ്റർമാർ? അപ്പൊ പറഞ്ഞു വന്നത്, ദ്വയാർത്ഥ പ്രയോഗം നടത്തി എന്ന് മാത്രമല്ല, അത് സ്വമേധയാ കേസെടുത്ത ബാലാവകാശ കമ്മീഷനെയും ശിശുക്ഷേമ വകുപ്പിനെയും വേട്ടക്കാരാക്കി കോടതിയിലെ വാക്കാലുള്ള ചില പരാമർശങ്ങളെ ചൂണ്ടി ഇരവേഷം കെട്ടുകയും അത് മാർക്കറ്റിങ്ങിന് ദുരുപയോഗം നടത്തുകയും ചെയ്യുക വഴി ആ കുപ്രസിദ്ധ സ്റ്റോറിയെ തള്ളിപ്പറഞ്ഞ സാമാന്യ ജനതയെ വെല്ലുവിളിക്കുകയാണ്. തങ്ങളുടെ സ്വതന്ത്ര റിപ്പബ്ലിക്കിൽ നിയമമോ നൈതികതയോ ബാധകമല്ലെന്ന് പ്രഖ്യാപിക്കുകയാണ് റിപ്പോർട്ടർ TV.